യുഎയിലേക്ക് വിസിറ്റ് വിസയിൽ വന്ന കുറച്ച് പേരെ ദുബായ് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു. കുറച്ച് പേരെ നാട്ടിലേക്ക് തന്നെ തിരികെ അയക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ഒരുപക്ഷെ നിങ്ങളുടെയും ശ്രദ്ധയിൽ പെട്ട് കാണും. ഇന്നത്തെ ഡേറ്റ് 2024 മെയ് മാസം 19-ാം തീയതിയാണ്. വിസിറ്റ് വിസയിൽ യുഎയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ എമിഗ്രേഷൻ റൂൾസ് നിയമങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്. അതുകൊണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഈ രംഗത്തുള്ള ആളുകളോട് ചോദിച്ച് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. വിസിറ്റ് വിസ എന്നാണ് നമ്മൾ സ്നേഹത്തോടെ ആ ഡോക്യുമെന്റിനെ വിളിക്കുന്നതെങ്കിലും സത്യത്തിൽ അത് വിസിറ്റ് വിസയല്ല. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, അതിൽ എഴുതിയിട്ടുള്ളത് ടൂറിസ്റ്റ് വിസ എന്നുള്ളതാണ്. യുഎയിലെത്തി ജോലിക്ക് കയറാനോ ജോലി അന്വേഷിക്കാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല യുഎഇ ഗവൺമെന്റ് ഇത്തരത്തിലൊരു ടൂറിസ്റ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നത്. വിനോദസഞ്ചാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് തരുന്നത്. വിനോദസഞ്ചാരികളായിക്കൊണ്ട് യുഎയിൽ വരുന്ന ആളുകൾ അവർ ഒരു മാസത്തേക്കാണ് വരുന്നതെങ്കിൽ ആ ഒരു മാസം അവർക്ക് തങ്ങാനുള്ള ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് അവരുടെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളതാണ് യുഎഇ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാസത്തെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നയാൾ തിരിച്ചു പോകാനുള്ള റിട്ടേൺ എയർ ടിക്കറ്റും അയാളുടെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളതാണ് യുഎഇ ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. ഒരു മാസം യുഎയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കാണാൻ വരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു മാസം അദ്ദേഹത്തിന് കഴിയാനുള്ള ഭക്ഷണം അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വേണ്ടിക്കൊണ്ട് ഏകദേശം ഒരു 5000 ദിർഹം, നാട്ടിലെ കണക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു 1,00,000 രൂപ, ഇന്ത്യൻ രൂപ, അതുമല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും എന്നൊക്കെയാണ് യുഎഇ ഗവൺമെൻറ് ഈ ഒരു ടൂറിസ്റ്റ് വിസ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കുന്നത്. എന്ന് കരുതി ഇവിടെ ദുബായ് എയർപോർട്ടിലോ അല്ലെങ്കിൽ ഷാർജ, അബുദാബി, റാസൽ ഖൈമ, ഫുജൈറ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുന്ന എല്ലാ പാസഞ്ചേഴ്സിനോടും നിങ്ങൾ വിസിറ്റ് വിസയിലാണോ, റിട്ടേൺ ടിക്കറ്റ് കാണട്ടെ, അഡ്രസ് പ്രൂഫ് എവിടെയാണ്, ഹോട്ടൽ ബുക്കിംഗ് എവിടെയാണ്, കയ്യിൽ ക്യാഷ് ഉണ്ടോ, 5000 ദിർഹം ഉണ്ടോ എന്നൊന്നും എല്ലാവരോടും ചോദിക്കാറില്ല. റാൻഡം ആയിക്കൊണ്ട് ഈ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നിറങ്ങുന്നതിൽ കുറച്ച് പേരോട് ചോദിക്കും. നമ്മൾ ഒരു പരീക്ഷാ ഹാളിൽ ഒരു എക്സാമിനർ വരുന്ന സമയത്ത് എല്ലാവരുടെയും ബോഡി ചെക്ക് ചെയ്തിട്ട് തുണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാറില്ല. 1-2 പേരെ പരിശോധിക്കും. അതിൽ തുണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളെയും പരിശോധിക്കുന്നത് പോലെ കഴിഞ്ഞ ആഴ്ച കുറച്ച് റാൻഡം ആയിക്കൊണ്ട് കുറച്ച് പേരോട് ചോദിച്ചു. അവരുടെ കയ്യിൽ ഒന്നും തന്നെ, ടൂറിസ്റ്റ് ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരോടും ചോദിച്ചു. അങ്ങനെ നോക്കുന്ന സമയത്ത് മിക്ക ടൂറിസ്റ്റ് വിസയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ കയ്യിലൊന്നും ഈ പറഞ്ഞ റിട്ടേൺ ടിക്കറ്റോ കയ്യിൽ കാശോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് മലയാളികളെ മാത്രം എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ഒന്നുമല്ല. നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനി, ശ്രീലങ്ക, ആഫ്രിക്കൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ നാട്ടുകാർ ഇപ്പോൾ ദുബായ് എയർപോർട്ടിലും യുഎയിലെ മറ്റ് എയർപോർട്ടുകളിലും ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയോ ഉടനെ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റ്, തൽക്കാലം അവർക്ക് ഇവിടെ കയ്യാനുള്ള ക്യാഷ് ഏതെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുക്കുന്നവർക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഈ ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ പറ്റാത്ത ഈ ദിവസങ്ങളിൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുള്ള ടൂറിസ്റ്റ് വിസയിൽ വന്നിറങ്ങിയിട്ടുള്ള ആളുകളെ കുറച്ചുപേരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബാക്കി കുറേ പേര് ഇപ്പോഴും ദുബായ് എയർപോർട്ട് ഉൾപ്പെടെയുള്ള യുഎഇ എയർപോർട്ടുകളിൽ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഇന്നത്തെ ഡേറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, 2024 മെയ് മാസം 19-ാം തീയതിയാണ്. ഈ ദിവസങ്ങളിൽ വിസിറ്റ് വിസ എന്നുള്ള ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന ടൂറിസ്റ്റ് വിസയിലാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഉള്ളത് എന്തുകൊണ്ടും സേഫ് ആയിട്ടുള്ള, നിങ്ങളുടെ യാത്ര സുഗമമാക്കാൻ നല്ലതാണ്. 1 റിട്ടേൺ ടിക്കറ്റ്, 2 നിങ്ങൾ ഒരു മാസത്തേക്ക് താമസിക്കുന്നതിനുള്ള ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ്, പിന്നെ 3-മത്തത് ഈ ഒരു മാസം നിങ്ങൾക്കിവിടെ കഴിയാനുള്ള ഷോ മണി എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. ഒരു 5000 ദിർഹം, നാട്ടിലെ കണക്കിൽ ഏതാണ്ട് 1,00,000 രൂപ. അതുമല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ യാത്ര സുഗമമാക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകം തന്നെ പറയുന്നു, നിങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് യുഎയിലുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, അതുപോലെ തന്നെ മക്കൾ, ഇത്രയും പേര് യുഎയിലുണ്ടെങ്കിൽ അവരെ കാണാൻ വരുന്ന സമയത്ത് ഈ ഡോക്യുമെൻ്റ് ഒന്നും തന്നെ 99.99% ചോദിക്കാറില്ല. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ വരാം. അതല്ലാതെ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ഇല്ലാതെ ടൂറിസ്റ്റ് വിസയിൽ യുഎയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്താണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആപ്ലിക്കബിൾ ആകുന്നത്. പിന്നെ യുഎയിൽ തന്നെയുള്ള ദുബായ് എയർപോർട്ട്, ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3, ഷാർജ എയർപോർട്ട്, റാസൽ ഖൈമ എയർപോർട്ട്, ഫുജൈറ എയർപോർട്ട്, അതുപോലെ തന്നെ അബുദാബി എയർപോർട്ട്, ഈ എയർപോർട്ടുകളിലെല്ലാം തന്നെ
അവിടെ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള എമിഗ്രേഷൻ ഒഫീഷ്യലിൻ്റെ മനോഗതം അനുസരിച്ചാണ് ഇത് സ്ട്രിക്റ്റായിട്ട് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് അവർ ഈ ഡോക്യുമെൻ്റ് എല്ലാം ചോദിക്കും, ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അവിടെ പിടിച്ചു വയ്ക്കും. അതേസമയം നിങ്ങളുടെ കൂട്ടുകാരന് ഇതേ ടൂറിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷാർജയിലോ അബുദാബിയിലോ ഒക്കെ വന്നിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. കാരണം ഇത് ഇത്തരത്തിലുള്ള റൂള് പണ്ട് തൊട്ടേ യു എയിൽ ഉണ്ടെങ്കിലും വളരെ ചില ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് അവർ സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നത്. ഏതായി കഴിഞ്ഞാലും ദുബായ് എയർപോർട്ടുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് വിസിറ്റ് വിസയിൽ വരുന്ന ആളുകളോടെല്ലാം തന്നെ ഷാർജയിലും ചില സമയങ്ങളിൽ ഇത് സ്ട്രിക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഡോക്യുമെൻ്റ് ഇല്ലാത്ത കുറേ പേരെയെങ്കിലും അവിടെ തടഞ്ഞു നിർത്തുകയും കുറച്ച് പേരെ നാട്ടിലേക്ക് തിരികെ വിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എയർപോർട്ടിലുള്ള ഓരോ സമയത്തെ സാഹചര്യം എങ്ങനെയാണോ, ഒഫീഷ്യൽസ് സ്ട്രിക്റ്റ് ആയിട്ടാണോ ഈ നിയമം നടപ്പാക്കുന്നത് എന്നെല്ലാം